ഈ CPM പിണറായിക്ക് മുൻപ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം എത്രയോ അധസ്ഥിതമായി കിടക്കുന്ന വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. എത്രയോ പാവങ്ങളുടെ ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു മനോഭാവം ഉണ്ടായിരുന്നു. ക്യാഷിനോടും ക്യാപിറ്റലിനോടുള്ള ഒരു വിരോധം. അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഹിന്ദുസിന്റെ ഏറ്റവും വലിയ ലിക്വിഡ് മണിയുള്ള ആരായില്ല. ചെട്ടിയാന്മാർ അവർ ചെറിയ കമ്മ്യൂണിറ്റിയാണ്. രണ്ടാമത്തെ ഈഴവരാണ്. ഈഴവരുടെ പൈസ ഉള്ള എത്ര ആൾ ഈ പാർട്ടിയിലുണ്ട്? അപ്പോൾ ഈ പൈസ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതായത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ ചക്കരക്കുടത്തിൽ കൈയിട്ട് പോയി എന്നുള്ളത് ഒരു അതൊന്നും അങ്ങനെയൊന്നല്ല. ചക്കരക്കുടത്ത് കൈവിട്ട് പോയതൊന്നുമല്ല. ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആവുന്ന സമയത്ത് പണ്ടത്തെ പോലെ വരട്ട് തത്വമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം BS അടുത്ത് ഒരു പ്രൊജക്റ്റ് വരികയാണ്. സാറേ അയാൾ കുറച്ച് ടൈൻറ്റഡാന്ന് പറഞ്ഞാൽ BS അവനോട് പോയി അതിനാണ് അവനോട് പുറത്തേക്കാൻ പോയി. BS ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ എന്ത് പറയുന്നുള്ളത്. BS വെള്ളപ്പള്ളിയുടെയും വാക്ചാതുരിയെ പറ്റി ഞാൻ പ്രത്യേകിച്ചും പറയണ്ടല്ലോ. ആലപ്പുഴയുടെ പ്രത്യേക വാക്മയം. അപ്പം ഇതല്ല, അയാൾ ടൈൻറ്റഡ് ആയിക്കോട്ടെ, ഇവിടെ ടൈൻറ്റഡ് ആവുന്നോ നോക്കിയാൽ മതി എന്നുള്ള നിലപാടാണ്. എങ്കിലേ ബിസിനസ് വരുള്ളൂ. ലോകത്ത് എവിടെയും ഇവിടെ ടൈൻറ്റഡ് ആവണോ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിലൂടെയുള്ള ഒരു കമ്മീഷൻ മണി അത് ആഗ്രഹിച്ചു. കമ്മീഷൻ പാർട്ടി എന്നാ മേടിക്കത്തൊക്കെ പാർട്ടി ഫണ്ടിലേക്ക് എല്ലാത്തവരും മേടിച്ചിട്ടുണ്ടല്ലോ. ഒരു പാർട്ടി ഞാൻ പറഞ്ഞത് മണിച്ചന്റെ വിഷയം വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? പൈസ മേടിച്ചിട്ടൊക്കെ ഉണ്ട് പാർട്ടി ഫണ്ട്, ഞങ്ങൾ രസീതും കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അങ്ങനെയാണോ? അങ്ങനെ അതാ ഒരു ഓപ്പണായി പറയുന്നതാണ്.